ഇന്ന് രാവിലെ ഞങ്ങൾ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. 8:15 ആയപ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി 8:45 കൊടുങ്ങല്ലൂർ അമ്പലത്തിലെത്തിയിട്ടോ. നല്ല ക്യൂ ഉണ്ടായിരുന്നു. 11 മണിയായിട്ട് ഞങ്ങൾ തൊഴുതിറങ്ങിയപ്പോൾ. അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. ഞങ്ങൾ നേരെ കിഴക്കേ നടയിലുള്ള ആര്യാസ് ഹോട്ടലിലേക്ക് വെച്ച് പിടിച്ചു കേട്ടോ. 2 മസാല ദോശയ്ക്കും 2 കോഫിക്കും ഓർഡർ ചെയ്തു. ഞങ്ങളിത് കാത്തിരിക്കുവാണ്. അമ്പലത്തിലേക്കാൾ തിരക്കായിരുന്നു കേട്ടോ ഹോട്ടലിൽ. കാത്തിരുന്ന് കുഞ്ഞുവാവ ഗ്ലാസ്സൊക്കെ ഇട്ട് വരച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ മസാല ദോശയും വടയും സാമ്പാറും ഒക്കെ ഇട്ട് വെയിറ്റർ എത്തിയിട്ടുണ്ട്. ചൂട് മസാല ദോശ ആയിരിക്കും എന്ന് വിചാരിച്ചു. ദോശ തണുത്ത് മരവിച്ചിരിക്കുവാണ്. ഒരു പീസ് എടുത്ത് കുഞ്ഞിൻ്റെ വായിലേക്ക് വെച്ച് കൊടുത്തപ്പോഴേക്കും കുഞ്ഞ് അതേ സ്പീഡിൽ തന്നെ തിരിച്ച് തുപ്പിട്ടോ. ഞാൻ വിചാരിച്ചു സാമ്പാറിൻ്റെ എരിവുണ്ടായിരിക്കുമെന്ന്. ഒരു പീസ് എടുത്ത് ഞാൻ സാമ്പാറിൽ മുക്കി കഴിച്ചു നോക്കി. ദോശയ്ക്ക് ഭയങ്കര പുളിയായിരുന്നു കേട്ടോ. സാമ്പാറാണെങ്കിൽ ഒടുക്കത്തെ ടേസ്റ്റും അതുപോലെ തന്നെ മസാലയ്ക്കും നല്ല ടേസ്റ്റായിരുന്നു, ചൂടുമായിരുന്നു കേട്ടോ. അങ്ങനെ ഇതേ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാമ്പാർ തീർന്നു പോയി. അപ്പോൾ ഇത്തിരി സാമ്പാർ ഒഴിച്ചപ്പോഴേക്കും വെയിറ്റർ ഇതേ ബക്കറ്റിലുള്ള ബക്കറ്റ് ചിരണ്ടി ഇത്തിരി സാമ്പാർ ഒഴിച്ച് വന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കോഫിക്ക് ഓർഡർ കൊടുത്ത് വന്നത് ചായയായിരുന്നു. ചൂട് ചായ ആയതുകൊണ്ട് പിന്നെ കൈ കഴുകിയിട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു. കൈ കഴുകി വന്നപ്പോഴേക്കും ചായയില്ല, പ്ലേറ്റും ഇല്ല, ബില്ല് മാത്രമുണ്ട് കേട്ടോ. അങ്ങനെ കുടിക്കാത്ത ചായക്ക് ബില്ലും അടച്ച് ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് പോന്നു കേട്ടോ. അവിടെ വന്നപ്പോഴേക്കും അന്നദാനം ഉണ്ടായിരുന്നു. അവിടെയും ക്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ക്യൂ ഒക്കെ നിന്ന് ഞങ്ങൾ അന്നദാനം കഴിക്കാനായിട്ട് അന്നദാന മണ്ഡപത്തിലേക്ക് കയറി. പ്ലേറ്റിൽ ക്യാബേജ് തോരനും കൂട്ടുകറിയും അച്ചാറും ഒക്കെ വിളമ്പി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതേ ചോറ്, കുത്തരിച്ചോറ്, ചുമന്ന കുത്തരിച്ചോറ്, അതായത് തവിട് കളയാത്ത കുത്തരിച്ചോറും സാമ്പാറും പായസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടി ഞാനും മോനും കഴിച്ചു. കുഞ്ഞുവാവ് കൊടുക്കാൻ പറ്റില്ല കേട്ടോ, കുഞ്ഞുവാവ് ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ച് പോരാനായിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് പോന്നു. ബസ് സ്റ്റോപ്പിലെത്തിയപ്പോഴേക്കും തേടിയ വള്ളി കാലി ചുറ്റിയതുപോലെ ഞാൻ തേടി നടന്നൊരു സാധനം കേട്ടോ, പച്ചക്കറി വിത്തുകൾ. അപ്പോൾ അവിടെ കയറി കുറച്ച് വിത്തുകൾ, പയർ, വെണ്ട അങ്ങനെയുള്ള കുറച്ച് വിത്തുകൾ വാങ്ങി നേരെ വീട്ടിലേക്ക് പോന്നിട്ട് 2:30 ആയപ്പോഴേക്കും വീട്ടിലെത്തി. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബായ്.